ഇതാര് ഇതാര്? ഇതെന്റെ വൈഫാണ്. എന്താ പേരെന്താ? അയ്യോ അവക്ക് ചെവി കേൾക്കാനും സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അയ്യോ ചെവി കേൾക്കാനും സംസാരിക്കാനും പറ്റില്ല. അയ്യോ കണ്ടാ പറയില്ല കേട്ടോ. നല്ല എന്റെ സുഹൃത്താട്ടോ. ഞങ്ങൾ ഒരുപാട് ആളെ. എന്താ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എന്താ? ഇവിടെ നമ്മള് ബാംഗ്ലൂർ വരെ പോകാൻ വേണ്ടി. ബാംഗ്ലൂർ പോകണം. അപ്പോഴത്തേക്ക് ഞങ്ങൾ ID കാർഡ് എടുക്കാൻ മറന്നു. അയ്യോ ID കാർഡൊക്കെ ട്രെയിനിൽ ഭയങ്കര വിഷയം. അതിപ്പോ ഭയങ്കര വിഷയമാണ്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കട്ടെ ഒരു 5 മിനിറ്റ്. ഞാനിപ്പം പോയിട്ട് ID കാർഡ് എടുത്തോണ്ട് വരാം. റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ വീട്. എന്നാലും ശരിയാവൂല. നീ ഒരു കാര്യം ചെയ്യ്. നീ ഇവിടെ കൂടെ കൊണ്ടുപോകും. അയ്യോ അത് അവക്ക് ഓട്ടോയ്ക്കകത്ത് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഈ ഗർഭിണി ആയതുകൊണ്ട് വയറ് പ്രശ്നമൊക്കെ അതൊക്കെ ഉണ്ട്. ഇവിടെ നിർത്തി ശരിയാവത്തില്ല. അതിൽ ഒരു 5 മിനിറ്റ് കാര്യമാണ്. ഈ പോയിട്ട് പട്ടേന്ന് കത്തി പെട്ടെന്ന് വരുമോ? 5 മിനിറ്റ്. ശരി ശരി ശരി. എന്റെ ദൈവമേ, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വീട് കൊണ്ടുവച്ച് ഇനി അവിടെ സ്റ്റേഷനിൽ അങ്ങനെ നിർത്താനുള്ളത്. ഈ സമയത്ത് പെണ്ണുമ്പിള്ള വെളിയിൽ പോയിരിക്കുക. അവളെ എന്റെ സ്വഭാവം വെച്ച് ഞാൻ പിടിച്ചു കയറ്റിയെന്നേ പറയൂ. എന്തോ പറയാ കുട്ടി. ഹലോ, കാതും കേൾക്കാൻ പറ്റത്തില്ല സംസാരം. ഹലോ മോളെ. ഹലോ, ഇവിടെ എന്റെ പെണ്ണുമ്പിള്ള എന്ന് പറഞ്ഞ സംശയത്തിന്റെ ഹോൾസെയിൽ ഡീലറാണ് അവള്. ഒരു പക്ഷെ അവള് വന്നാലേ ഞാൻ പറയണ മനസ്സിലാവുന്നൊന്നും എനിക്കറിയില്ല. നീ എന്റെ കൂട്ടുകാരന്റെ വൈഫാണെന്ന് പറയണം. അയ്യോ ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കുന്നല്ല പറഞ്ഞ. വരുമ്പോഴേ ഞാൻ കൂട്ടുകാരന്റെ വൈഫാന്ന് പറയുമ്പോ പറയും. ഞാൻ പറയും. ഇതിനോട് ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുമോ എന്തോ. ഇപ്പൊ എങ്ങനെ ചെയ്യും? അയ്യോ എന്തു പറ്റി? ഗർഭിണിയൊക്കെ തലവറക്കം. അയ്യോ ആരാ ഇത്? എവളാരാ? എവളാരാ? എന്നെ സംശയിച്ചു. കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ പോലും? അയ്യോ അതല്ല, വേറെ കൂട്ടുകാരന്റെ ഭാര്യ. എന്നാ കൂട്ടുകാരനെ ഫോണിൽ വിളി. ഫോണിൽ വിളി കൂട്ടുകാരനെ. അവന്റെ നമ്പർ എന്റെ ഇല്ല. അവന്റെ നമ്പർ അല്ല എന്റെ. നിങ്ങളിപ്പോ പറഞ്ഞത് കൂട്ടുകാരന്റെ ഭാര്യാണെന്ന്. അതെ അതെ. ഇല്ലെന്ന് പറഞ്ഞ എന്ത്? ഇല്ല സത്യമായിട്ടും ഇല്ല. ചോദിക്കാൻ വയ്യേ. മാറങ്ങോട്ട്. നീ ആരാടി? എന്റെ ഭർത്താവിന്റെ കൂടെ എന്താണ് നിനക്ക് കാര്യം? ഞാനൊരു കാര്യം പറയട്ടെ. ആ കൊച്ചിന് സംസാരിക്കാനും ചെവിയാക്കാനും പറ്റത്തില്ല. ഇവിടെ നിർത്തിയിട്ട് പോയതാന്ന്. എല്ലാ ഡീറ്റെയിൽസും അപ്പൊ അറിയല്ലേ? ചതിക്കായിരുന്നല്ലേ? ഇച്ചിരി കിട്ടിയാ വലിയ ചോദിക്കാം. എന്റെ ഭർത്താവ് നിന്റെ ആര്? കല്യാണം എന്റെ മോനെ. അടങ്ങടി. എടി ഞാൻ ആ കൊച്ചു ആരാന്ന് ചോദിച്ചപ്പോഴേ ആ കൊച്ചിന്റെ പേര് പറഞ്ഞതാ കല്യാണി കുഞ്ഞിരാമൻ. അല്ലാതെ കൊച്ചായിരുന്നു അല്ലടി ഒന്ന് പറ. ഇയാള് നമ്മളെ ഇത്രയും കാലം ചതിക്കായിരുന്നു. ഇയാളെ എവളാ കല്യാണം കഴിച്ച്? അമ്മാവൻ ചോദിക്കട്ടെ. പക്ഷെ അവള് സംസാരിക്കൂല. എത്ര ഊമയോട് അമ്മാവൻ സംസാരിച്ചിരിക്കുന്നു. അമ്മാവൻ ചോദിക്കാം. ഇത്രയുള്ള കാര്യം അമ്മാവന് മനസ്സിലായി. പറഞ്ഞു കോടി വെക്ക്. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവൻ ഇവളെ കല്യാണം കഴിച്ചായിരുന്നു. രാത്രി 12 മണിക്ക് ഇവരുടെ ട്രെയിനിൽ വേറെ എങ്ങോട്ടോ പോകുമെന്നാണ് അവള് പറഞ്ഞത്. ആവശ്യമില്ലാത്ത പറഞ്ഞു കൊടുക്കരുത്. പറയല്ല അമ്മാവനല്ലേ. പോടാ ഇവിടെ വിളിച്ചോട്ട് ഇറങ്ങി പോടാ. ആവശ്യമില്ലാത്ത പറയരുത്. പഠിക്കണ്ട.
നാക്കുന്ന് തേപ്പാമാവാ. ഈ ലോകം മൊത്തം കറങ്ങി നടന്നാലും 6 മാസത്തിനകത്ത് ഇങ്ങേരെക്കാളും ആരോഗ്യം സമ്പത്തും സൗന്ദര്യമുള്ള ഒരുത്തന്നെ കല്യാണം കഴിച്ച ഈ വീടിന്റെ പടി ഞാൻ കയറും. ഇല്ലെങ്കിൽ എന്നതാ ഇന്നാന്ന് വിളിച്ചോ. എവിടെ തിരക്കിയാലും കിട്ടത്തില്ല ഇരിക്കുന്ന സാധനത്തിന്. കേട്ടോ കുടുംബം നീ തകർത്തത് കുടുംബം കേട്ടോ. അളി എന്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇല്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ നീ ചെയ്തു തന്നു. അമ്മ ഇതെന്റെ വൈഫാണ്. ഞങ്ങളോട് പോട്ടെ, തിരക്കാണ്. പച്ചപ്പൊക്കെ വിളിച്ചോണ്ട് പോകും എന്റെ ജീവിതത്തില്. അയ്യോ ഓർക്കും, എന്നും ഞാൻ ഓർക്കും. രമണിയെ എടി അത് അവന്റെ കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു.